ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിക്കുമ്പോ യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഉപദേശം ഖുർആനിൽ അല്ലാഹു തആല എടുത്തുദ്ധരിക്കുകയാണ്. മകനോട് പറയുന്നു, മോനെ കൃത്യമായി മുറക്ക് നിസ്കാരം നിർവഹിക്കടേ. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നല്ല കാര്യം നിർദ്ദേശിക്കണേ, നല്ല കാര്യം കൽപ്പിക്കണേ. വൻഹ അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യം വിരോധിക്കണേ. അങ്ങനെ വരുമ്പോൾ ചിലര് നിന്നെ വല്ലാതെ ബഹുമാനിക്കുന്നവരും ചിലര് വല്ലാതെ നിസ്സാരപ്പെട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാകും. വസ്ബിർ അലാ മാ അസാബക, അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും നീ ക്ഷമിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ശരിക്ക് തീരുമാനമെടുത്തുകൊണ്ടാകണം മുന്നോട്ടുള്ള ഗമനം. അത് ദീനീ പ്രവർത്തനത്തിന് ആവശ്യമാണ്. ഓ സുഹൃത്തുക്കളെ, ശേഷം റബ്ബ് പറയുന്നത് എന്താണ്? ഒരു കൂട്ടര് നിന്ദിക്കാനുണ്ടാകുമ്പോ വേറൊരു കൂട്ടര് ബഹുമാനിക്കാനും ഉണ്ടാകുമല്ലോ. അങ്ങനെ വരുമ്പോൾ നീ ആരോടും ഒരഹങ്കാരം പ്രകടിപ്പിക്കുന്ന പ്രവർത്തകനാകരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങൾക്ക് നീ മുഖം കൊടുക്കാത്തവനായി പോകരുത്. നീ അതാ അഹങ്കാരം കൊണ്ട് മുഖം തിരിക്കുന്നവനാകരുത്. ولا تصعر خدك للناس ولا تمشي في الأرض مرحا, ഭൂമിയിൽ നീ അഹങ്കാരിയായി നടക്കരുത്. നീ വിനയാന്യതനായി, എല്ലാം എന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, ഞാൻ എന്റെ റബ്ബിനോടുള്ള കടപ്പാട് വീട്ടുകയാണ് എന്ന നിലക്കാകണം നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. അതേ, വലാ തുസൈർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഒരിക്കലും അഹങ്കാരികളെ, സ്റ്റാറ്റസ് നടിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വിനയാന്വിതരായി നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ക്ഷമ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. എല്ലാ രംഗത്തും ക്ഷമ വേണം. അല്ലാഹു പ്രത്യേകം പറഞ്ഞില്ലേ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും, നിശ്ചയം പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട് പരീക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയട്ടെ, മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവിന്റെ ഖുർആനെ മുറുകെ പിടിച്ച് ജീവിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഇസ്ലാമിന്റെ നിയമമൊന്നും ഇനി പറഞ്ഞുകൂടാന്നോ, അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചുകൂടാന്നോ, ഇനി മുസ്ലിമീങ്ങളൊക്കെ മറ്റ് മുസ്ലിമീങ്ങളെ ആചാരങ്ങളൊക്കെ എടുത്തിട്ട് ജീവിക്കണമെന്നോ ചിന്തിക്കുന്ന ഭീരുക്കളായി പോകാൻ പാടില്ല. അതിന്റെ ആവശ്യവുമില്ല. അവനവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കണം. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റ് മതക്കാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു വ്യക്തിയെയും ഉപദ്രവിക്കാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്തവനാണ്, ദ്രോഹിക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം. ഒരാളെയും, ഒരു മതക്കാരനെയും മതമില്ലാത്തവനെയും ദ്രോഹിക്കരുത്, ഇൻസൾട്ട് ആക്കരുത്. പക്ഷേ നമ്മൾ വേറെ ഒരു മതത്തിന്റെ ആചാരം പുൽകേണ്ടതില്ല, സ്വീകരിക്കേണ്ടതില്ല. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാകണം. ഒന്നുകൂടി പറയട്ടെ, അതേ അല്ലാഹു തആല പറയാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക. നടക്കുമ്പോൾ മിതത്വത്തോടെ നടക്കണം, തുള്ളിച്ചാടി നടക്കണ്ട. വഗ്ളുദ് മിൻ സൗതിക, സൗണ്ട് നീ അമിതമുങ്ങി ഉയർത്തിയിട്ട് ഒച്ച വെക്കണ്ട. ഇന്ന അങ്കറല്ല സ്വാതില സൗത്തുൽ ഹമീർ,
കഴുത എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. അതിന്റെ സ്വഭാവം എന്താണ്? അതിന് താങ്ങാൻ കഴിയാത്തതൊക്കെയും അതിന്റെ പുറത്തെടുത്ത് വെച്ച് കൊടുത്താൽ അതൊന്ന് കരയൂല, അതേ സാധിക്കുന്നില്ല എന്നറിയിക്കൂല. പക്ഷേ വെറുതെങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ചില ഒച്ചപ്പാടുകാരുണ്ട്. അതുപോലെ ആയി പോകാനും പാടില്ല. ഇന്ന അങ്കറൽ അസ്വാതില സൗത്തുൽ ഹമീർ. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങൾ ചിലപ്പോൾ ഭയമായിരിക്കും. അതേ, അമേരിക്കക്കാരൻ പേടിക്കേണ്ടി വരികയാണ്, സുബ്ഹാനല്ലാഹ്. അതേപോലെ റഷ്യക്കാരൻ പേടിക്കേണ്ടി വരികയാണ്. പല രാഷ്ട്രക്കാരനും പേടിക്കേണ്ടി വരികയാണ്. പടച്ചവനൊരു ഭയം തന്നാൽ തടുക്കാൻ കഴിയില്ല. പല നബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. വിശപ്പ് കൊണ്ട് റബ്ബ് ചിലപ്പോൾ പരീക്ഷിക്കും. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ചിലപ്പോൾ സമ്പത്തുകൾ ചുരുക്കിയിട്ട് പരീക്ഷിക്കും. നിങ്ങൾ കണ്ടില്ലേ, ഇന്നി ഉഹിബ്ബുക, ഓ നബിയെ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഒരാൾ വന്ന് പറഞ്ഞപ്പോ നബി തങ്ങളെ മറുപടി എന്താണ്? എന്നാൽ ഫഅഇദ്ദലിൽ ഫഖരി ജിൽബാബാ. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വലിയ ദാരിദ്ര്യം വരുന്നുണ്ട്, അതിന് ഒരുങ്ങി നിന്നോ. സുബ്ഹാനല്ലാഹ്. ചില കള്ളത്തരീഖത്തുകാരില്ലേ, അതിൽ പോയിട്ട് എന്റെ കച്ചവടം ഉഷാറായി എന്നാണ് അവർ കാര്യമായിട്ട് കറാമത്ത് പറയാ. എന്നാ അള്ളാന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നു എന്ന് പറയുമ്പോ പറഞ്ഞ മറുപടി ഐദ്ദലിൽ ഫഖരി ജിൽബാബാ. ദാരിദ്ര്യത്തിന് വേണ്ടി ഒരുങ്ങി നിന്നോ. ഇതാരാ? അതാ പറഞ്ഞ് രേഖപ്പെടുത്തിയത് ലോകത്ത് ഔലിയാക്കളെ നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖരായി അറിയപ്പെടുന്ന ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുർ റബ്ബാനി എടുത്തുദ്ധരിച്ചത് കാണാം. പരീക്ഷണങ്ങൾ ഏത് നല്ല മനുഷ്യന്മാർക്കും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ആ പരീക്ഷ ചിലപ്പോൾ സമ്പത്ത് ചുരുക്കിയിട്ടാകും, ചിലപ്പോൾ വൽ അൻഫുസി, സ്വന്തം ഭർത്താവ് മരിച്ചിട്ടോ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ടോ, അല്ലെങ്കിൽ മക്കള് മരിച്ചിട്ടോ, ചെറിയ കുട്ടി മരിച്ചിട്ടോ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർക്കുകയാണ്, ഒരാഴ്ച മുമ്പ് ഞാനൊരു മരിച്ച വീട്ടിൽ പോയി. ചെറിയ ഒരു കുട്ടി നായെ കണ്ട് ഓടിയതാണ്. പോയി ചാടിയത് അതാ കിണറ്റിലായി പോയി. ആ കുട്ടി മരണപ്പെട്ടു പോയി. ഇതുപോലെ ഇതിന്റെ പരിസരങ്ങളിലും ചെറുപ്പക്കാരെ ചെറിയ ചില കുട്ടികൾ അപകടത്തിൽ മരിച്ച വാർത്തകൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാക്കി കൊടുക്കട്ടെ. ചെറിയ മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ, ഓ ഉമ്മമാരെ ടെൻഷൻ അടിക്കരുത്, ഓ കാരണവന്മാരെ ടെൻഷൻ അടിക്കരുത്. അല്ലാഹു പറഞ്ഞില്ലേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അല്ലാഹു തീരുമാനിച്ചത് നടപ്പാക്കുകയാണ്. നേരത്തെ രേഖപ്പെടുത്തിയ സംഗതി നടക്കുകയാണ്. അത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ലികൈലാ തസൗ അലാ മാ ഫാതകും. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ടെൻഷൻ അടിക്കണ്ട, അള്ളാന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകും. നിങ്ങൾക്ക് എന്ത് റബ്ബ് തന്നാലും അഹങ്കരിക്കണ്ട. റബ്ബ് അവന്റെ തീരുമാനം രേഖപ്പെടുത്തിയത് നടപ്പാക്കുകയാണ്. എന്ത് കിട്ടിയാലും അഹങ്കരിച്ചുകൂടാ, എന്ത് സംഭവിച്ചാലും ടെൻഷൻ അടിക്കണ്ട. എല്ലാം റബ്ബിന്റെ തീരുമാനം അവൻ നടപ്പാക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ സംതൃപ്തി വേണം. അതാണ് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത്, വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം. റബ്ബിന്റെ പൊരുത്തം കരുതി ക്ഷമിക്കുന്നവർ അവർക്ക് സ്വർഗമുണ്ട്. സുബ്ഹാനല്ലാഹ്. ചെറിയ കുട്ടി മരണപ്പെട്ടാൽ, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പുള്ള കുട്ടികൾ മരണപ്പെട്ടാൽ, മരണപ്പെട്ട കുട്ടി ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ കോന്തല പിടിച്ച്, തുണിയുടെ തല പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് വരെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്.
ക്ഷമിക്കുന്നവർക്കാണ് കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുമെന്ന് റബ്ബ് വാഗ്ദത്തം ചെയ്തത്. അതുകൊണ്ട് നല്ല ക്ഷമ വേണം, എല്ലാ വിഷയത്തിനും ക്ഷമ വേണം. സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ ക്ഷമ വേണം, അതുപോലെ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ ക്ഷമ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം, തെറ്റുകളിൽ മാറി നിൽക്കാൻ ക്ഷമ വേണം, മറ്റുള്ളവർ മദ്യപിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, മറ്റുള്ളവർ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, മറ്റുള്ളവർ അന്യപെണ്ണിന്റെ കൂടെ തുള്ളുമ്പോൾ തുള്ളാതിരിക്കാൻ, അന്യപെണ്ണിനെ നോക്കുമ്പോൾ നോക്കാതിരിക്കാൻ, എവിടെയും ക്ഷമ വേണം. ക്ഷമയുള്ളവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുന്നത് കേട്ടോ. അവർക്കാണ് റബ്ബിന്റെ സഹായം കൊടുക്കുന്നത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. അപ്പൊ നല്ല ക്ഷമ വേണം. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നല്ല ക്ഷമയോടുകൂടെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. തെറ്റുകളിൽ പൂർണ്ണമായി മാറി നിൽക്കണം. അതേ സമയത്ത് നല്ല കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.